ഹലോ. അപ്പം ഒരു ചെറിയൊരു വ്ലോഗുമായിട്ടാണ് വന്നത്. ഇന്നൊരു ചെറിയൊരു ഹോം ടൂർ ചെയ്യാന്ന് വിചാരിച്ച്. അപ്പം ഇതാണ് നമ്മളെ വീടിന്റെ ഫ്രണ്ട് ഭാഗം. ഇതാണ് നമ്മളെ വീട്ടിന്റെ വഴി. ഇത് വഴി നമ്മൾ കയറി ചെല്ലുമ്പോഴാണ് നമ്മളെ വീട്ടിന്റെ ഫ്രണ്ടിലോട്ട് കിടക്കുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മളെ വീടിന്റെ ഫ്രണ്ട് ഭാഗം. ഇത് നമ്മളെ സിറ്റൗട്ട്. ഒരു ചെറിയൊരു പോർഷനാണ് നമ്മുടെ സിറ്റൗട്ട് ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഹാളിലോട്ട് കിടക്കാം. ഇതാണ് നമ്മളെ കൊച്ചി ഹാള്. വലിയ വിസ്താരമൊന്നുമില്ല, ഒരു ചെറിയൊരു ഹാള്. രണ്ടല്ല 3 മുറിയുണ്ട്. ഇതിപ്പോ ഒന്ന് കാണിച്ചു തരാം. ഇതൊരു മുറി. കുറച്ച് മെയിൻ്റെനൻസ് വർക്കൊക്കെ നടക്കുന്നതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയല്ല. നമ്മൾ ചെയ്ത് പൂർണ്ണമായിട്ടില്ല. പൂർണ്ണമായി കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു വീഡിയോ കൂടി ഇടുന്നത്. ഇതിപ്പോ നമ്മളൊരു സബ്സ്ക്രൈബർ നിരന്തരമായി ആവശ്യപ്പെടുന്നത് കൊണ്ട് മാത്രമാണ് ഒരു ഹോം ടൂർ ചെയ്യുന്നത്. അപ്പം ഇതാണ് നമ്മളെ ഒരു മുറി. ഇനി അടുത്തൊക്കെ ഒരു കുഞ്ഞു ബാത്റൂം. ഇത്രയൊക്കെ ഉള്ളൂ. ബാത്റൂം. അത് കഴിഞ്ഞിട്ട് ഇതൊരു കുഞ്ഞു റൂം. ഇവിടെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു കോലത്തിലൊക്കെ കിടക്കുന്നത്. എല്ലാവരും ക്ഷമിക്കണം. നമ്മൾ ഉടനെ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരും. അപ്പൊ ഇതാണ് ഒരു ചെറിയ മുറി. അപ്പൊ താഴത്തെ ഫ്ലോറിലെ 2 മുറി ഇതാണ്. പിന്നെ ഒരു കുഞ്ഞു കിച്ചൺ ഉണ്ട്. അത് കൊടുക്കാം. വലിയ ആഡംബരമൊന്നുമില്ല. സാധാരണ ഒരു കുഞ്ഞു കിച്ചണാണ്. 2 കബോർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ കബോർഡ് ഉണ്ട്. വേറെ വർക്ക് ഏരിയ ഒന്നുമില്ല. ആകെ ഇത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഫുള്ള് ഗ്യാസ് അടുപ്പിലാണ് വേവിക്കാൻ ചെയ്യുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ. ഒരു കുഞ്ഞെടുത്തുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ. വലിയ ആഡംബരമൊന്നുമില്ല. കുച്ചടുക്കള. വേവിക്കുക, കഴിക്കുക എന്ന് മാത്രമേ നമുക്ക് എളുപ്പമുള്ളൂ. ഇതിന്റെ കുറച്ച് പെയിന്റിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളത് പിന്നീട് ചെയ്യുന്നതാണ്. കാശിന്റെ കുറച്ച് ടൈറ്റ് നമ്മളെല്ലാം നിർത്തി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് സ്റ്റെയറിലോട്ട് കിടക്കാം. വരും. അപ്പൊ ഇനി നമുക്ക് സ്റ്റെയറിന്റെ മുകളിലോട്ട് പോവാം. ഇവിടെ നമ്മൾ എന്തൊക്കെയോ ചെയ്യണമെന്നൊക്കെ പ്ലാൻ ഇട്ടിട്ടുണ്ട്. നടക്കൊക്കെ നടക്കട്ടെ. ഒന്നും പ്ലാൻ മുന്നോട്ട് പറയണില്ല. ഇതൊരു ജനല്. ഇതുവഴി തുറക്കുമ്പോ നല്ല കാറ്റ് വരും. നല്ല രസമാണ് ഇതുവഴിയുള്ള കാറ്റ്. ആ ഭാഗത്ത് ഒരുപാട് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഏക ആശ്രയമായി നമുക്ക് ഇവിടെ ഉള്ളത് ഈ കാറ്റാണ്. തൊട്ടടുത്തൊരു വീടുണ്ട്. നമ്മൾ തൊട്ടടുത്ത് വേറൊരു വീടുണ്ട്. അത് വേറൊരു വീടാണ്. ഇനി നമുക്ക് അടുത്ത മുറിയിലോട്ട് പോവാം. പണി തീരാത്ത മുറിയാണ്. ഇനി അവിടെ പണിയുണ്ട്. പണി നടന്നുകൊണ്ടേയിരിക്കുന്നു. ഞാൻ പറയല്ലോ, നമ്മളൊരു സബ്സ്ക്രൈബർ നിരന്തരമായി എല്ലാ വീഡിയോസിന്റെ അടിയിലത് കമന്റ് കണ്ടോണ്ട് മാത്രമാണ് ഇപ്പൊ ധൃതി പിടിച്ചൊരു ഹോം ടൂർ എടുക്കുന്നത്. അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മള് പണിക്കൊണ്ടിരിക്കണ പുതിയ മുറി. അപ്പൊ ഈ മുറിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വയറിങ്ങും പെയിന്റിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ജനലൊക്കെ ഇനി നമുക്ക് പെയിന്റിക്കാനുണ്ട്. പിന്നെ ഇനി അടുത്തത് ബാത്റൂം ഫിറ്റിങ്സും ടാപ്പ് വർക്കും ഒക്കെ ഉണ്ട്. അതൊക്കെ അവിടെ കിടപ്പുണ്ട്. ഇതാണ് നമ്മുടെ കുഞ്ഞി ബാത്റൂം. ഇതിന്റെ അടപ്പിടണം. ഇതെല്ലാം ഭാഗികമായി നമ്മളിങ്ങനെ നിർത്തി വെച്ചിരിക്കുകയാണ്. ഇപ്പൊ നല്ല ടൈറ്റ്. അതുകൊണ്ട് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ചെയ്യാം. നമ്മൾ പതുക്കെ ചെയ്യും. ഈ വീട് വെച്ച സമയത്ത് തന്നെ നമ്മള് ജനല് പോലും അടപ്പൊന്നും ഇടാതെ നമ്മളിവിടെ താമസാക്കിയത്. ഇപ്പൊ ഈ വീട് വെച്ചിട്ട് ഒരു 13 വർഷമാണ്. അന്നുകൊണ്ട് ഇന്ന് വരെ നമ്മൾ കുറച്ചായിട്ടാണ് ചെയ്ത് ഇതുവരെ എത്തിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഭാരിച്ച കടങ്ങളൊന്നും വന്നിട്ടില്ല. ഈ എറുമ്പ് കൂട്ടി വെക്കും പോലെ 1-2 കൂട്ടി ഉണ്ടാക്കി വീണം. ആദ്യം ഒരു വാർത്ത് വരെ ഇട്ടത് എനിക്ക് കുറച്ച് സ്വർണ്ണം ഉണ്ടായിരുന്നു. അപ്പൊ ആ സ്വർണ്ണമൊക്കെ വിറ്റിട്ടാണ് വാർപ്പ് വരെ എത്തി കഴിഞ്ഞത്. ബാക്കിയെല്ലാം എൻ്റെയൊക്കെ കഷ്ടപ്പെട്ട് ഗൾഫിലൊക്കെ പോയി ആട്ടൊക്കെ ഓടി അങ്ങനെ ഇപ്പൊ നാട്ടിൽ നിന്ന് കുഞ്ഞു പണിയൊക്കെ ചെയ്തതാണ് ഇത്ര ആവുന്നത്. ഇതിന്റെ ക്രെഡിറ്റ് മൊത്തം വരുന്നത് എൻ്റെ ഇക്കാക്കാണ്. വാർത്ത ഇട്ടത് വരെ ഓക്കെ എന്റെ പൈസ എന്ന് പറയാം. പക്ഷെ ഇപ്പൊ ഈ വീട് നിൽക്കുന്നത് ഒരു 3.5 സെന്റ് വസ്തുവിലാണ് ഈ വീട് നിൽക്കുന്നത്. ആ വസ്തു തന്നത്
മരണപ്പെട്ടു പോയി. അപ്പോൾ അവിടെ ആരുമില്ലാത്ത സ്ഥിതിക്കാണ് ഇങ്ങോട്ട് എൻ്റെ സ്ഥലത്തോട്ട് വന്നത്. അപ്പോൾ എൻ്റെ വീട് തൊട്ടടുത്താണ് കാണിച്ചത്. അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ പുതുതായിട്ട് ഉണ്ടാക്കാൻ മുടി. ഇനി നമുക്ക് ടെറസിൻ്റെ ഭാഗം കൂടി കാണാം. അപ്പോൾ ഇതാണ് നമ്മൾ പല വീഡിയോയിലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ടെറസ് കോഴിയൊക്കെ വളർത്തിയതും. കോഴിയെ വളർത്തിയത് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മളെ ചാനലിൽ കയറി നോക്കിയാൽ കാണാം. അപ്പം ഇവിടെ ആയിരുന്നു നമ്മൾ കോഴിക്കോട്, ആ ഭാഗത്താണ് ഇപ്പോൾ ഈ ബിൽഡിംഗ് വന്നത്. അപ്പം പിന്നെ നമ്മൾ ടെറസ് പ്ലാസ്റ്റർ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം ഇപ്പോഴത്തെ മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയല്ലേ, അപ്പം താഴ്ഭാഗത്ത് വെള്ളമൊക്കെ പിടിക്കുന്ന കാരണം കൊണ്ടാണ് പിന്നെ നമ്മൾ പെട്ടെന്ന് അത് പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് കയ്യിലേക്ക് പൂശിയിരിക്കുന്നത്. അതെല്ലാം ഇപ്പം ചെയ്തതാണ്. പിന്നെ ഇവിടുത്തെ പണികളൊക്കെ ഒരുപാടുണ്ട്, ഭയങ്കര വെയിൽ. വാ മേളിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷൻസ് ആണ് ഇത്. ഭയങ്കര വെയിൽ, നല്ല മഴക്കോളോട്ട് നല്ല വെയിലോട്ട് പൊള്ളണ വെയിൽ. ഇതാണ് നമ്മളെ ഫ്രണ്ട് പോർഷൻസ്. ഈ പാലം ഉണ്ടല്ലോ, പാലം നമ്മളിവിടെ വീട് വയ്ക്കുന്ന സമയത്ത് ഈ പാലമൊന്നും ഇല്ലായിരുന്നു. ഇതും ഇക്ക ഗോസ് ടു ക്രെഡിറ്റ്, ഇക്കാരുടെ ക്രെഡിറ്റ് ആണ്. ഇക്ക കഷ്ടപ്പെട്ടുണ്ടാക്കിയ പാലമാണ്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലൊക്കെ നമ്മൾ പോയി അപ്ലിക്കേഷനൊക്കെ കൊടുത്ത് വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ ഒരു പാലമാണ് ഇത്. ഈ പാലമാണ് നമ്മളെ വഴി. ഇതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി, പിന്നെ ബാക്കി നമ്മളെ പണികളൊക്കെ ഇപ്പോൾ തീർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേ ഇത്രയൊക്കെ ഉള്ളൂ ഹോം ടൂർ എന്ന് പറയുന്നത്. ആകെ കുറച്ച് സ്ഥലമേ ഉള്ളൂ നമുക്ക്. ഇനി ബാക്കി നമ്മൾ ഫുള്ള് പണിയും തീർത്തിട്ട് ഈ വീടിൻ്റെ ഒരു നല്ലൊരു ഹോം ടൂർ നമ്മൾ ഇൻഷാല്ലാ ശരിയാവും. പിന്നെ ഇത്രയും നാൾ വീഡിയോ ഇടാത്തതിൻ്റെ കാരണം ഇവിടെ ഇതേപോലെ പണിയൊക്കെ നടക്കണുണ്ടായിരുന്നു. നമ്മളെ വീട്ടിൻ്റെ താഴ്ഭാഗത്തും മുകൾ ഭാഗത്തൊക്കെ പണി ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ ഒരു നിർവാഹം ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോസൊക്കെ ഇട്ടിട്ടിപ്പോൾ 2 ആഴ്ച 3 ആഴ്ചയൊക്കെ കൂടുതലായി. ഇനി മാക്സിമം വീഡിയോ ഇടാൻ ട്രൈ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. ഇതാണ് എൻ്റെ കുഞ്ഞു ഫാമിലി. ഞാൻ ക്രെഡിറ്റ് പറഞ്ഞ ആളായിരുന്ന ഇദ്ദേഹമാണ്. ഇതാണ് ഇതെൻ്റെ മകള്, ക്യാമറമാൻ്റെ മകൻ, അത് ബാംഗ്ലൂരുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. പിന്നെ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം കൊണ്ട് ലൈക്കും കൂടി ചെയ്യണം. എല്ലാവർക്കും ഈ കാണുന്ന ഒരു വീട് കണ്ടില്ലേ, അതാണ് നമ്മൾ ആദ്യം താമസമായിരുന്ന സമയത്ത് നമ്മളെ വീടിൻ്റെ കോലം. അത് വാർത്തിട്ട് ജനൽ പോലും ഇടാതെയാണ് നമ്മൾ താമസാക്കിയത്.